my legs. You don't have any right. No. To interrupt. No. കൊടുത്ത് ജനങ്ങളുടെ ദാസവേല ചെയ്ത് കുഴഞ്ഞ് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ബഹുകുത്ത് കാര്യകാരണ കർത്താവിന് സതീശൻ വയറ് നിറച്ചു കൊടുത്ത്. മദ്യത്തിന്റെ വ്യാപനം അരുത് ഈ സർക്കാർ. കറക്റ്റ്. മദ്യത്തിന്റെ വ്യാപനം അരുതേ എന്നിപ്പൊ കരയുന്ന പ്രതിപക്ഷത്തിന്റെ സതുദ്ദേശത്തെ ആരും തെറ്റിദ്ധരിക്കരുതേ. 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്രേ? അതാണ് മുഖ്യമന്ത്രി ഈ വികസനം എന്ന് പറയുന്നത്. വെറും 28 ബാറുകൾ ഉണ്ടായിരുന്ന ഇടത്ത് ഇപ്പൊ 900 ചില്ലുവാനം ബാറുകളായില്ലേ. അത്രയും വലിയൊരു വികസനം നാട്ടിൽ സാധ്യമാക്കാൻ അവര് ചില്ലറ പാടായിരിക്കുമോ പെട്ടിട്ടുണ്ടാവുക? ബാറുകളുടെ എണ്ണം വികസിപ്പിച്ച് ഈ പരുവത്തിൽ കേരളത്തിനെ ആക്കിയെടുത്ത അവർക്കല്ലാതെ വേറെ ആർക്കാണ് മദ്യവർജനത്തെ പറ്റി ഉപദേശിക്കാൻ ഇവിടെ അർഹത? കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. കിഡിലൻ. മദ്യവ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സർക്കാർ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയൊരു കർമ്മ പദ്ധതിയായിരുന്നു 2 അക്കത്തിൽ നിന്ന് ബാറുകളുടെ എണ്ണം 3 അക്കത്തിലേക്ക് എത്തിക്കുക എന്നത്. ആ തീവ്രയജ്ഞത്തിൽ പങ്കാളികളായ ഓരോരുത്തർക്കും ഈ സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കാമായിരുന്നു മുഖ്യമന്ത്രി. കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ്, മെയിനായിട്ടും കൂൾ ഡ്രിങ്ക്സ് ആണ്. ഇടയ്ക്കിടയ്ക്ക് പാലും വെള്ളവും കട്ടൻ ചായയും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. പോഷകാഹാരം കഴിപ്പിച്ച് ജനങ്ങളെ ആരോഗ്യവാന്മാരാക്കാൻ ക്യാപ്റ്റൻ കുറച്ചൊന്നും അല്ല ഓട്ടക്കപ്പൽ തുഴഞ്ഞത്. അതാരും മറക്കരുതേ. ഒഴുക്കാവുന്ന പരമാവധി കള്ള് കേരളത്തിൽ ഒഴുക്കി അതിനകത്ത് ഓട്ടക്കപ്പൽ ഓട്ടി കളിച്ചിട്ട് ഇപ്പൊ മാറി നിന്ന് കള്ളിന്റെ വീര്യവും തീവ്രതയും അളക്കുക. നാണം കെട്ട ജന്മങ്ങൾ. ഇവരിമാതിരി മറുപടിക്കൊക്കെ അർഹരാണ്. ഇവരിതും ഇതിനപ്പുറവും ഓരോരുത്തരുടെയും വായിന്ന് എന്നും കേൾക്കണം. പാടത്തെ ജോലിക്ക് വരമ്പത്ത് കൂലിന്നല്ലേ? അങ്ങനെയല്ലേ പിണറായി തമ്പുരാനെ? കേരളത്തിൽ മദ്യം ഒഴിക്കുക. ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകാൻ മദ്യം വ്യാപിപ്പിക്കരുത്. അത് പിന്നെ ഞങ്ങൾക്ക് ഉപദേശിക്കാനും ഊഞ്ഞാലാട്ടാനും മാത്രമല്ലേ അറിയൂ. പിന്നെ എന്തെങ്കിലും കാര്യം നേരെ ചൊവ്വ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട ചൊറിയാനും അല്ലയോ പ്രതിപക്ഷ സഖാക്കളെ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല. അങ്ങനെ തന്നെ ചോദിക്കണം മുഖ്യമന്ത്രി. എത്ര കിട്ടി എന്ന് അവരൊരു ആകാംക്ഷയുടെ പുറത്താ ചോദിക്കുന്നത്. മനസ്സിലായല്ലേ? അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ള ആകാംക്ഷ എന്ന് വെച്ചാൽ ഒരു ആശങ്ക. ആ ഒരു ആശങ്കയുടെ പുറത്തായി ചോദിക്കുന്നത് ആവർത്തിച്ച്. അപ്പൊ തിരിച്ച് നിങ്ങൾ എത്ര വാങ്ങിച്ചായിരുന്നു, നിങ്ങൾക്ക് എത്ര കിട്ടിയായിരുന്നു എന്ന് അങ്ങോട്ട് ചോദിച്ചേക്കണം. ചിലപ്പോൾ മറുപടി കിട്ടിയേക്കും. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്, ഞാനായെന്ന് മാത്രമുള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, ജനാധിപത്യ പാർട്ടിയെ പറ്റി ഒന്നാമത്തെ കാര്യം അവർക്കാർക്കും ഒരു ചുക്കും അറിയില്ല. ആകെ അറിയാവുന്നത് ബൂർഷ്വാധിപത്യ പാർട്ടിയെ പറ്റിയാണ്. അവിടുത്തെ ക്യാപ്ഷൻ ആണെങ്കിൽ ഈ ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറയുന്നത് പോലെ ഒരൊറ്റ കപ്പിത്താൻ ഒരോട്ടക്കപ്പൽ എന്ന, എന്നെ കഴിഞ്ഞാൽ മറ്റാരുമില്ല, എനിക്ക് ശേഷം പ്രളയം എന്നതാണ് അവിടുത്തെ ക്യാപ്റ്റന്റെ ആപ്തവാക്യം. അതുകൊണ്ട് എന്നെക്കാൾ അർഹതപ്പെട്ടവർ ഇവിടെ ഉണ്ട്, എന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തന്നേ ഉള്ളൂ എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി അപ്പുറത്തിരിക്കുന്ന ഒറ്റ എണ്ണത്തിനും ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖാവിന്. നിങ്ങളുടെ പാർട്ടിയിൽ CPM എല്ലാം ശാന്തമാണല്ലോ. പിന്നെ കപ്പൽ താണതോടുകൂടി ശാന്തമഹാസമുദ്രം ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുക. ഈ ശാന്തമഹാസമുദ്രം എന്നൊക്കെ പറയുമ്പോൾ കുറേ ഉണ്ടെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ചില സമയത്ത് ബക്കറ്റിൽ കോരിയെടുത്ത കടൽ വെള്ളവും ഒരു കടൽ തന്നെയാണെന്ന് പറയാം. അല്ലേ ദാസസഖാവേ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. പ്രതിപക്ഷ നേതാവ് പിണങ്ങും. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ജില്ലകളിൽ നിന്നെല്ലാമുള്ള പാർട്ടിയുടെ അവലോകന റിപ്പോർട്ടുകളുടെ ആദ്യവും അവസാനവും വന്ന കമന്റ് പ്രസ്ഥാനത്തെ തൊലച്ചതും ഇത്രയും വലിയ പരാജയം ഉണ്ടാക്കിയതും പിണറായി വിജയൻ ഒറ്റയൊരുത്തനാണെന്നാ. പക്ഷെ മിത്തപ്പൻ സഹായിച്ച് അദ്ദേഹം ഇന്ന് വരെ ഈ പറഞ്ഞത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. മൂത്ത് നരച്ച് നാക്ക് വെക്കാൻ വയ്യാത്ത അവസ്ഥയിലായാലും 1-ാം നമ്പർ സ്ഥാനം എവിടെയാണെങ്കിലും എനിക്ക് തന്നെ വേണം എന്ന പൂതിയുടെ അത്രയൊന്നും വരില്ല സഖാവേ അവരുടെ പൂതി. ഇജ് വല്ലാത്തൊരു പൂതിക്കാരൻ തന്നെ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. ആര് കൊത്തിക്കീറി വലിച്ചു നടന്ന്? മാധ്യമങ്ങള് അല്ലേ? കുഞ്ഞികൃഷ്ണനും G സുധാകരനും ഒക്കെ ആരാ എക്സ് അങ്ങുന്നേ?
എന്താ അവർക്കൊക്കെ സംഭവിച്ചതെന്നൊക്കെ വല്ല പിടിയുണ്ടോ? കൊത്തുകോഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗട ഉണ്ടാക്കിയിട്ട് അതും മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കറക്റ്റായിട്ട് കൊണ്ട് വെച്ച്. സഖാവാണ് സഖാവേ സഖാവ്. അന്നൊന്നും നമ്മളൊക്കെ തളർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നിലും തളരാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇപ്പൊ ഇരിക്കുന്നത്. ഇടയ്ക്കെങ്ങാനും ഒന്ന് തളർന്നു പോയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് തളർച്ച ഇല്ലാതിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ പ്രതിപക്ഷത്തെ കസേര വലിച്ചിട്ട് കൊടുത്തത്. മലർന്നു കിടന്ന് തുപ്പുവാണെന്ന് വിവരമുള്ള ആരെങ്കിലും ഒന്ന് ഈ മഹാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. ഇതിനപ്പുറം ഉള്ളതൊന്നും കേൾക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ വായിൽ നിന്ന് ഇരന്ന് വാങ്ങാനുള്ള കഴിവ് മിത്തപ്പൻ ഇനിയും കനിഞ്ഞരുളി തരട്ടെ. ചെളിവാദ്യങ്ങൾ.